ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിനെക്കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗം നിങ്ങൾ കേട്ട് കഴിയും. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒന്നാം ഭാഗത്തിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ, ഒന്നാം അധ്യായത്തിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഭാഗം ഞാൻ പറയുമ്പോൾ ഞാനൊരു പ്രശ്നം നേരിട്ടത് അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, അല്ലെങ്കിൽ 5-ാം വാക്യത്തിൽ, അതായത് പിരിച്ചു പറഞ്ഞാണ് വരുന്നത്. 3-ഉം 4-ഉം കഴിഞ്ഞ് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നൊരു പ്രയോഗം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എനിക്കതിനെക്കുറിച്ച് ഒരു വിശദീകരണം പറഞ്ഞിട്ട് മാത്രമേ ആ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് ലഭിച്ച വെളിപ്പാട്, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചതായുള്ള അറിവ് എനിക്ക് നിങ്ങളോട് പങ്കിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാനത് എഴുതി വെച്ചപ്പോൾ അത് ഏതാണ്ട് 10-20 മിനിറ്റോളം അത് വരുമെന്നുള്ളതുകൊണ്ട് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പൗലോസിന് പലപ്പോഴും എൻ്റെ പിതാവായ ദൈവം എന്ന് വിളിക്കാൻ പലപ്പോഴും പൗലോസ് ധൈര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പൗലോസ് അങ്ങനെ വിളിക്കാറുണ്ട്. എൻ്റെ പിതാവായ ദൈവം, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നൊക്കെ പറയാൻ കഴിയുന്ന, ഗലാത്യ ലേഖനത്തിലൊക്കെ എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം എന്നൊക്കെ എടുത്തു പറയുന്ന പൗലോസ് ഇവിടെ എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്ന നിലയിൽ പറയുന്നതെന്ന് ഒരു സംശയം ഒരു പക്ഷേ വചനം ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യം ദൈവവചനം പറയുമ്പോൾ വളരെ വേഗത്തിൽ ഓടിച്ചു പറയുന്ന ഒരു ശൈലിയല്ല എൻ്റെ രീതി. എന്നാൽ ഒരു വചനം ഭാഗം പ്രസംഗിക്കേണ്ടി വരുന്ന സമയത്ത് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ലഭിക്കുമ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാലും ദൈവവചനത്തെ വ്യാഖ്യാനിപ്പാനുള്ള യോഗ്യത എനിക്കില്ലെങ്കിൽ തന്നെയും ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടതായ ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ എനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള വെളിപ്പാടുകൾ, അല്ലെങ്കിൽ ദൈവം തരുന്ന പരിജ്ഞാനം, അതുപോലെ പറയാനാണ് ഈ മാധ്യമത്തെ ഞാൻ ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക. എന്തുകൊണ്ടാണ് പൗലോസ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്ന നിലയിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ ദൈവം, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം എന്ന് പലപ്പോഴും പറയുന്ന പൗലോസ് എന്തുകൊണ്ട് ഇവിടെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഭാഗത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ചില ഭാഗങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ അതിലടങ്ങിയിരിക്കുന്ന പൊരുളുകൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. വ്യാഖ്യാനിക്കും തോറും കൂടുതൽ ആഴങ്ങളിലേക്ക് നടത്തപ്പെടുന്നതായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവിൽ വളരുന്നതിനനുസരിച്ച് കൂടുതൽ അർത്ഥതലങ്ങളും നമുക്ക് വെളിപ്പെടും. ആയതിനാൽ തന്നെ ഈ 3 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിച്ചപ്പോൾ ഉണ്ടായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്ന ഭാഗം, ആ വാക്ക് അല്പം വിശദമായി വ്യാഖ്യാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി
സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസും കൂടെയുള്ളവരും, അല്ലെങ്കിൽ പൗലോസും തീമത്തിയോസും കൊലോസ്യ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി അഥവാ വിശുദ്ധർക്ക് വേണ്ടി, അവരാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വിശുദ്ധരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശ്വാസികളെ തന്നെ വിശുദ്ധരെന്ന് വിളിക്കുന്ന ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഒന്നാം ഭാഗത്ത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ നമുക്കൊരു സംശയം തോന്നാം. ദൈവം സകലരുടെയും പിതാവല്ലേ? യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം തന്നെയല്ലേ പൗലോസിന്റെയും പിതാവായ ദൈവം? എന്നിട്ട് എന്തിനാണ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമെന്ന് പൗലോസ് പറയുന്നത്? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഗമാലിയേൽ എന്ന പഴയ നിയമ വേദപണ്ഡിതന്റെ കാൽക്കൽ ഇരുന്ന് നന്നായി തിരുവെഴുത്തുകൾ പഠിച്ചവനാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് തനിക്ക് അറിവ് ലഭിച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ വന്നപ്പോഴാണ് ആ ദൈവം തന്റെയും പിതാവാണെന്ന് പൗലോസിന് ബോധ്യമായത്. യേശുക്രിസ്തുവാണ് ആ ബോധ്യം പൗലോസിന് നൽകിയത്. യേശുവിന്റെ വചനങ്ങളിലൂടെയും ക്രിസ്തുവിലൂടെ ലഭിച്ച വെളിപ്പാടുകളിലൂടെയും പരിജ്ഞാനത്തിലൂടെയും പൗലോസ് അത് ഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ എന്റെ പിതാവായ ദൈവത്തിന് അഥവാ ഞങ്ങളുടെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നല്ലേ പൗലോസ് പറയേണ്ടിയിരുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ തന്നെയാണ് പൗലോസ് സാധാരണ പറയാറുമുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അത് പറയുന്നത് കൊലോസ്യ സഭയിലെ അംഗങ്ങളോടാണ്. ചില ദുരുപദേശകന്മാർ നോസ്റ്റിസം എന്ന തെറ്റായ തത്വചിന്താഗതിയിലൂടെ യേശുക്രിസ്തുവിനെ താഴ്ത്തി കാണിക്കുന്ന ചിന്താഗതി ആ സഭയിലെ അംഗങ്ങളിൽ പരത്തുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പോൾ സകല മനുഷ്യരുടെയും ക്രിസ്തുവായ അഥവാ രക്ഷകനായ യേശുവിനെ അവന്റെ പൂർണ്ണ മാഹാത്മ്യത്തോടെ ഉയർത്തുക എന്നതാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതുല്യനായ യേശുക്രിസ്തുവിനെ കൊലോസ്യ വിശ്വാസികളുടെ ഉള്ളിലും അപ്പോൾ തന്നെ കാലാവസാനം വരെ ഈ ലേഖനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഹൃദയങ്ങളിലും അതുല്യ ശോഭയോടെ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുക എന്നതാണ് പൗലോസിന്റെ ലക്ഷ്യം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ എന്റെ പിതാവ് എന്ന് വിളിച്ചവനും വിളിക്കാൻ യോഗ്യതയുള്ളവനുമായ വ്യക്തി യേശുവാണ്. ആ യേശുവാണ് സകല മനുഷ്യർക്കും ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിയത്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ കടന്നുചെല്ലാൻ മാനവകുലത്തെ പര്യാപ്തമാക്കിയത്. ആ രക്ത ഉടമ്പടിയിലൂടെയാണ് പൗലോസിനും തീമത്തിയോസിനും പിതാവുമായി നിരപ്പ് പ്രാപിപ്പാൻ ഇടയായത്. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് പൗലോസ് സകല ഇടങ്ങളിലും പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു തന്റെ രക്തം മൂലം പൗലോസിനെയും സഹവിശുദ്ധന്മാരെയും ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാക്കി അഥവാ അംബാസഡേഴ്സായി മാറ്റിയിരിക്കുന്നു.
ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി അല്ലെങ്കിൽ അംബാസഡർമാരായി മാറ്റിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:20 പൗലോസ് ഇതേപ്പറ്റി പറയുന്നുണ്ട്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഇങ്ങനെയാണ് 2 കൊരിന്ത്യർ 5:20 പൗലോസ് എഴുതുന്നത്. അതെ, ആദാമിലൂടെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മാനവ വംശത്തെ ദൈവത്തോട് നിരപ്പിച്ചവനാണ് യേശു. അവന്റെ രക്തമൂലം ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായി നിരപ്പിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ സാക്ഷാൽ പിതാവായ ദൈവം തങ്ങളിലൂടെ പ്രബോധിപ്പിക്കുന്നതായി പൗലോസ് മനസ്സിലാക്കുന്നു. എന്നാൽ ഒരിക്കൽ പൗലോസിന് ഈ ധൈര്യമില്ലായിരുന്നു. അന്ന് പഴയ നിയമത്തിലെ അക്ഷരങ്ങളുടെ ജ്ഞാനം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ കൊല്ലുന്നതിന് കൂട്ടാളികളായി തീരാൻ മാത്രമേ ആ അക്ഷരത്തിന്റെ ജ്ഞാനം പൗലോസിന് സഹായിച്ചുള്ളൂ. സ്തെഫാനോസിന്റെ കൊലയ്ക്ക് ബിംബിലൊക്കെ പൗലോസ് കൂട്ടാളിയായിരുന്ന കാര്യമൊക്കെ നമുക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പോ പഴയ നിയമത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനങ്ങളൊക്കെ പൗലോസിന് ലഭിച്ചു ഗമാലിയന്റെ പാദപീഠത്തിൽ. പക്ഷെ അത് ഒത്തിരി സംഹാരം അല്ലെങ്കിൽ നശിപ്പിക്കുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകാനാണ് പൗലോസിന് ഇടയാക്കിയത്. എന്നാൽ പിന്നീട് താൻ മനസ്സിലാക്കി അത് ദൈവഹിതമല്ലായിരുന്നുവെന്ന് ഇപ്പോൾ ക്രിസ്തുവിന്റെ മാർഗത്തിൽ വന്നപ്പോൾ തിരിച്ചറിഞ്ഞു. അന്നറിഞ്ഞ ദൈവം, അതായത് പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് മനസ്സിലാക്കി ഒരു പരീശനായി ഇരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് അറിഞ്ഞ ദൈവം ഒരു സംഹാരമൂർത്തിയായിരുന്നു. പഴയ നിയമ പഠനത്തിലൂടെ മാത്രം അറിഞ്ഞ ദൈവം മനസ്സിൽ അസ്വസ്ഥത നിറച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ താൻ അറിഞ്ഞ ദൈവം തന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും നിറച്ചു. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിലൊക്കെ പൗലോസ് എപ്പോഴും സന്തോഷിപ്പീൻ 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 എന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ജയിലിൽ കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയായിരിക്കാം, അല്ലെങ്കിൽ വലിയ കഷ്ടതകളിലൂടെ കടന്നുപോയായിരിക്കാം. അതിനെപ്പറ്റിയൊക്കെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലൂടെ അഥവാ പഴയ നിയമത്തിൽ അതേ ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവം എങ്കിൽ പോലും പഴയ നിയമത്തിലൂടെ താൻ മനസ്സിലാക്കിയ ദൈവം, ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് മനസ്സിലാക്കിയ ദൈവം സംഹാരമൂർത്തിയാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, തകർക്കുന്ന അഗ്നിയാണ്. പുതിയ നിയമത്തിലും അതേ ദൈവത്തിനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ക്രിസ്തുവിലൂടെ അതിന്റെ യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ പൗലോസിന് സാധിച്ചു. ഇപ്പോ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോ, യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോ ആ ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം പൗലോസിനുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ കൊലോസ്യരോട് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ താൻ മറക്കാത്തൊരു സത്യമുണ്ട്. എന്റെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാനുള്ള യോഗ്യത തനിക്ക് നൽകിയത് യേശുക്രിസ്തുവാണ്. യോഹന്നാൻ സ്നാപകനെ പോലെ ക്രിസ്തു വളരണം, താൻ കുറയണം എന്ന ചിന്താഗതിയും മറികടന്ന് തന്റെ ഉള്ളിൽ ക്രിസ്തു വളരുകയും തന്നിലെ ഞാനെന്ന ഭാവം ദിനംതോറും മരിക്കണം എന്ന പ്രമാണത്തിലൂന്നിയാണ് പൗലോസ് ജീവിതം കൊണ്ടുപോകുന്നത്. ഇപ്പൊ കൊലോസ്യ സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ദേശത്ത് താൻ ഉയർത്തിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ നോസ്റ്റിക് ചിന്താഗതിക്കാർ വില കുറച്ച് കാണിക്കുമ്പോൾ, ക്രിസ്തു ഒരു സൃഷ്ടി മാത്രമാണ്, യേശുവിന് ഇത്രയ്ക്കുള്ള പ്രാപ്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വില കുറച്ച് കാണിക്കുമ്പോൾ പൗലോസ് ഇവിടെ തന്റെ വ്യക്തിത്വം അങ്ങ് ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്റെ ശരിയായ സ്വഭാവം പൗലോസ് വ്യക്തമാക്കുകയാണ്. നിങ്ങളും ഞാനും യഥാർത്ഥമായ ഒരു ക്രിസ്തു ശിഷ്യനാണെങ്കിൽ
ഒരിക്കലും നമ്മളുടെ ഭാവങ്ങൾ, ഞാൻ ഏതാണ്ടാണ്, ഞാൻ ആരാണ്, ഞാൻ ഏതാണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ക്രിസ്തുവിനെ ഉയർത്തുന്നു എന്ന് പറയുമ്പോഴും പലരും, നമ്മൾ ഓരോരുത്തരും, അതേ ഈ പറയുന്ന ഞാൻ പോലും എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്രിസ്തുവിനോട് വളരും തോറും നമ്മൾ ഈ ഞാൻ ഭാവം കുറഞ്ഞു വരും. പക്ഷേ വളർച്ചയില്ലെങ്കിൽ നമ്മൾ വളരുകയും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ചെറുതാകുകയും ചെയ്യും. അത് അവരോട് തന്നെ വിലയിരുത്തുക. ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ ചിലപ്പോഴൊക്കെ എന്നിലെ ഞാനാണ് ഉയർന്നു നിൽക്കുന്നത്, ക്രിസ്തു അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ സമയം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ അല്ല, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമല്ല. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ഇടിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ ഇകഴ്ത്തി കാണിക്കുന്ന, താഴ്ത്തി കാണിക്കുന്ന ഒന്നിനും മുമ്പിൽ താണു കൊടുക്കാൻ പൗലോസ് തയ്യാറല്ല. എപ്പോഴും ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ് പൗലോസിന്റെ ജീവിത ലക്ഷ്യം. ഇവിടെ ഈ പറയുന്ന കൊലോസ്യ സഭയിലെ ആളുകളോട് എപ്പഫ്രാസ് നിങ്ങളോട് സുവിശേഷം അറിയിച്ചല്ലോ, എപ്പഫ്രാസ് പറഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാക്കിച്ചു കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിനെ വേറിട്ട് നിർത്തി താൻ ഏതാണ്ട് വലിയ ആളാണെന്ന് കാണിക്കുന്ന സ്വഭാവം പൗലോസിനില്ല. ഇവിടെ ഇപ്പൊ ക്രിസ്തുവിന്റെ നാമത്തെ, ക്രിസ്തുവിനെ താഴ്ത്തി കാണിക്കുന്ന അനുഭവങ്ങൾ നോസ്റ്റിക് ചിന്താഗതിക്കാരുടെ ഇടയിലൂടെ കൊലോസ്യ സഭയിലേക്ക് പടരുന്നു എന്ന് കാണുമ്പോൾ അതിന് തടയിടുവാൻ, അതിന് കൃത്യമായ പ്രതിരോധം തീർക്കുവാൻ, അതിനെ ആ തന്ത്രങ്ങളെ, ആ പൈശാചിക തന്ത്രങ്ങളെ അത് ശാസിച്ച് അമർത്തുവാൻ, അവയെ നിർവീര്യമാക്കുവാൻ, അതിനാണ് പൗലോസ് കൊലോസ്യ ലേഖനം എഴുതുന്നത്, കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നത്. അപ്പൊ അവിടെ തന്റെ വ്യക്തിത്വം വേർതിരിച്ച് ഉയർത്തിക്കാട്ടാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല. ആയതിനാൽ കൊലോസ്യരെ, എന്റെ ശിഷ്യനായ എപ്പഫ്രാസ് എന്നിലൂടെ അറിഞ്ഞ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് നൽകിയത് യേശുക്രിസ്തു ആകയാൽ ആ യേശുവിനെ മാറ്റി നിർത്തി ഒരു സുവിശേഷം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് യേശുവിനെ മാറ്റി നിർത്തി പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ യേശുവിലൂടെ അറിഞ്ഞതിന് ശേഷം എന്റെ പിതാവേ, അല്ലെങ്കിൽ എന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാനുള്ള പ്രാഗൽഭ്യം കൃപയാൽ, അതും യേശുക്രിസ്തുവിന്റെ കൃപയാൽ പൗലോസാകുന്ന എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നോസ്റ്റിക് ചിന്താഗതിക്കാർ അതേ യേശുക്രിസ്തുവിനെ കേവലം ഒരു സൃഷ്ടിയാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുകയാണ്, ഈ പിതാവിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് യേശുക്രിസ്തുവാണ്. അവന്റെ പിതാവിനെ അവൻ എനിക്കും മാനവ വംശത്തിനും നൽകിയത്, അഥവാ അകന്നുപോയ അല്ലെങ്കിൽ ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത നിലകളിൽ എന്നേക്കുമായി മാറിപ്പോയതായിട്ടുള്ള ആ വ്യവസ്ഥിതിയെ നിരപ്പിച്ചത്, അടുപ്പിച്ചത്, വഴി തുറന്നു തന്നത്, അല്ലെങ്കിൽ ഒരു വഴിയായി മാറിയത്, അല്ലെങ്കിൽ സ്വർഗത്തെയും ഭൂമിയെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കോവേണിയായി മാറിയത്, അഥവാ മനുഷ്യനെയും ദൈവത്തെയും പിന്നെയും ഒന്നാക്കി തീർക്കുന്ന നിലകളിലേക്ക്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പറുദീസയിലേക്ക് മനുഷ്യകുലത്തെ കൊണ്ടുവന്നത് പൗലോസായ എന്നെയും കൊലോസ്യരായ നിങ്ങളെയും ലോകത്തുള്ള സകലമായ ജനതയെയും ദൈവത്തിലേക്ക് അടുപ്പിച്ചത് യേശുക്രിസ്തുവാണ്. അതിന് അവൻ ചൊരിഞ്ഞത് തന്റെ രക്തം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ യേശുവിനെ മറന്ന് സാധ്യമല്ല. വേരിനെ മറന്ന് ഒരു കൊമ്പിനും നിലനിൽപ്പില്ല. ആയതിനാൽ പിതാവായ ദൈവത്തെ യേശുക്രിസ്തുവിന്റെ പിതാവെന്ന നിലയിൽ പൗലോസ് ഇവിടെ സംബോധന ചെയ്യുകയാണ്, ആ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തു തന്നിലും താൻ ക്രിസ്തുവിലുമാകയാൽ ആ പിതാവ് തന്റെയും പിതാവാണെന്ന് പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിലുപരിയായി ക്രിസ്തുവിനെ സകലത്തിലും മുമ്പിൽ നിർത്തുക എന്ന ജീവിതവ്രതം കൊലോസ്യർക്ക് മുമ്പിലും പൗലോസ് നടപ്പാക്കുന്നതിനാലാണ് യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന നിലയിൽ ദൈവത്തെ ഈ ഇവിടെ 5-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കത് തുടർമാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒരു സാധാരണ ഒരു 10 മിനിറ്റിനുള്ളിൽ പറയുന്നതാണ് നല്ലത്.
ഞാൻ പലപ്പോഴും 1-2 മണിക്കൂറുകൾ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പലപ്പോഴും ഒരു പരമാവധി ഒരു അരമണിക്കൂർ കൂടുതൽ പറയാറില്ല. എങ്കിലും എനിക്കറിയാം ഒരു 10 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധയോടെ കേൾക്കില്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഓരോ വാക്യങ്ങൾ എടുത്ത് പറയുമ്പോൾ എനിക്കൊരു 20-25 മിനിറ്റെങ്കിലും ചിലപ്പോൾ സന്ദർഭം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇനി പറഞ്ഞാൽ അത് 1 മണിക്കൂറോളം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് അടുത്ത ഭാഗത്ത് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്ന നിലയിൽ ഒരു സംബോധന പറയുന്നത്, തൻ്റെ പിതാവ് അല്ലെ എൻ്റെ പിതാവ് അല്ലെ ഞങ്ങളുടെ പിതാവ് എന്ന് പറയാതെ യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അല്പം പരത്തി ഞാനിവിടെ പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളും ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു.